ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ OnePlus 13S ഒരു 1 month റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു 30 days റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് നമ്മളൊരു ക്വിക്കായിട്ടുള്ളൊരു എന്താ പറയുക ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു യൂഷ്വൽ നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള നമ്മൾ യൂസേജ് റിവ്യൂ പറയാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ക്വിക്കായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു പോകാം. ഞാൻ എന്താ പറയുക ആദ്യം തന്നെ ഇതിൻ്റെ ഡ്രോബാക്സ് പറയാം. അതിന് മുമ്പ് ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ കോൺസ് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിയതൊരു സംഭവം, അതായത് നമ്മൾ നോർമലി നമുക്കിപ്പോൾ നമ്മളൊരു ഡെയിലി യൂസേജിന് വേണ്ടി നമ്മളൊരു ഫോൺ വാങ്ങിക്കണമല്ലോ. നമ്മളിത് എന്താ പറയുക, നിങ്ങൾ വലിയ ചാൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവർ എന്താ പറയുക അവർ മാക്സിമം ചിലപ്പോൾ ഒരു 2 ആഴ്ച ഉപയോഗിക്കും, ഒരു 3 ആഴ്ച ഉപയോഗിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആഴ്ച ഉപയോഗിക്കും. ചിലപ്പോൾ അവർ തന്നെ ഉപയോഗിക്കുക പോലും ഇല്ല എന്ന് വെച്ചാൽ അവരിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും. അവർ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കും, ആരെങ്കിലൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 1 week മാക്സിമം ടെസ്റ്റ് ചെയ്യും. അതിന് ശേഷം അവർ പിന്നെ അത് എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ അവർക്ക് ഒന്നാമത് അവർക്ക് ബ്രാൻഡ് അയച്ചു കൊടുക്കുന്നതാണ്, പിന്നെ അത് റിട്ടേൺ പോകും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ സാധാരണ പോലെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്തിട്ട് ഞാൻ മാക്സിമം 1 month ഒരു 1 monthൻ്റെ മുകളിൽ ചില മോഡൽസ് 1 monthൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഹോൾഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ ഇത് എന്താ വെച്ചാൽ അത്യാവശ്യം ഡിമാൻഡുള്ള മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് 1 month ആയിട്ടുണ്ട്, ഒരു 1 month ആയി 4 weeks ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയാൻ പോകുന്ന ഒരു നിങ്ങളൊരു നോർമൽ പേഴ്സൺസ് യൂസേജ് ചെയ്തിട്ട് ആളുടെ ഒരു റിവ്യൂ ചോദിക്കില്ല, അതുപോലത്തെ ഒരു സംഭവമായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക റിയൽ റിവ്യൂ, നമ്മുടെ മറ്റത് റിയൽ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം, ഇതിൻ്റെ റിയൽ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് എന്താ പറയുക മൂവീസ് ഡയറക്റ്റ് ചെയ്യുന്ന പോലെ ഷോർട്സ് ആഡ് ചെയ്തിട്ട് എന്താ പറയുക ഇഡിയോട്ട് സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ നോർമൽ പോലെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ എന്താ പറയുക ഇത് എന്താ പറയുക ഡയറക്റ്റ് എന്താ പറയുക പണിയൊന്നുമല്ല, മറ്റതൊക്കെ അവരുടെ മെയിൻ പണി അതാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് ഫുൾ ബിസിനസ് പരമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ബിസിനസ്സായിട്ട് നോക്കണം കുഴപ്പമില്ലെന്ന് വെച്ചാൽ നമുക്കിതിന് എനിക്ക് ചെറിയ ഇൻകം ഒക്കെ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ, അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു എന്താ പറയുക 5% പോലും വരുന്നില്ല ടോട്ടൽ ഇൻകത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് പ്രൈമറി സംഭവങ്ങളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഭയങ്കര ബിസിനസ് പരമായിട്ടുള്ള സംഭവമൊന്നുമല്ല. ഒന്നാമത് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചിട്ട് എൻ്റെ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുന്നതാണ്. ഇത് ഒഫീഷ്യൽ റീറ്റെയിൽ യൂണിറ്റുകളാണ്. നമ്മൾ ഡയറക്റ്റ് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ ഒരു മാസം ചിലപ്പോൾ ചിലത് ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ വെക്കാറുണ്ട്. ചില മോഡൽസ് ഡിപ്പെൻഡ്സ് അപ്പോൺ അതിൻ്റെ എന്താ പറയുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ സാധനം, അതുപോലെ തന്നെ നമ്മുടെ വിവോൻ്റെ X200 FE, അതുപോലെ തന്നെ ഭയങ്കര ഡിമാൻഡുള്ള മോഡൽസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടാണ്. നോർമൽ ഒരു മാസം ചിലത് 2 മാസം വരെ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ S23 അൾട്രയൊക്കെ നമ്മൾ നോർമലി എനിക്ക് തോന്നുന്നു 6 മാസമൊക്കെ യൂസ് ചെയ്തിട്ട് കൊടുത്തത്, 5 മാസം 6 മാസമൊക്കെ യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് അനുസരിച്ചുള്ള നോക്കിയിട്ടാണ് നമ്മൾ യൂസേജ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഒരു യൂസറായിട്ട് ഉപയോഗിച്ചിട്ട് അതിനെ റിവ്യൂ ഇട്ടിട്ട് നമ്മൾ പറഞ്ഞത് ഭയങ്കര വലുതായി വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ഡ്രോബാക്സ് എന്ന് പറയാനുള്ളത് എനിക്ക് ഫേസ് ചെയ്തത് ക്യാമറയാണ്. ക്യാമറ എന്ന് പറയുമ്പോൾ ക്യാമറ പൊട്ടയെന്നല്ല പറഞ്ഞത്, പക്ഷേ ഇതിൽ നമുക്ക് ഈ 50,000 റേഞ്ചിൽ നോക്കുമ്പോൾ ഒരു സെൻസർ മിസ്സിംഗ് ഉണ്ട്, ഒരു വൈഡ് ആംഗിൾ ലെൻസ് മിസ്സിംഗ് ഉണ്ട്. അത് ആക്ച്വലി നമുക്ക് ഇതിൻ്റെ എന്താ പറയുക കോമ്പറ്റീറ്റേഴ്സായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഡ്രോബാക്ക് ആയിട്ട് തോന്നി. പക്ഷേ ഉള്ള ക്യാമറ സെൻസേഴ്സ് കിടലനാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല, നല്ല കിടലൻ ഫോട്ടോസാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ എന്ന് മെയിനായിട്ട് കോണെടുത്ത് പറയാൻ പറ്റില്ല, ഒരു സെൻസർ മിസ്സിങ്ങിനെയാണ് നമ്മൾ കോണെന്ന് പറഞ്ഞു കേട്ടോ. അതാണ് എനിക്ക് മെയിൻ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് എന്താ പറയുക ഇത്രയും കാലം യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയതൊരു മെയിൻ ഡ്രോബാക്ക് ആ ഒരു സംഭവം മാത്രമേ അവിടെ മെയിനായിട്ട് തോന്നിയുള്ളൂ. പിന്നുള്ളത് നമ്മുടെ Type-C പോർട്ടാണ്. പക്ഷേ എനിക്കത് വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് ചിലപ്പോൾ തോന്നാം, എന്താ വെച്ചാൽ അത് ലേറ്റസ്റ്റ് ഹൈ സ്പീഡ് സംഭവമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നമ്മുടെ എന്താ പറയുക SSD കുത്തിയിലൊക്കെ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഒരു മെയിൻ ഡ്രോബാക്കായിട്ട് തോന്നാം. പക്ഷേ അതും ഒരു ഡ്രോബാക്കാണ്. പിന്നെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത് നമ്മുടെ വൈഫൈ സിഗ്നലിൻ്റെയാണ്. ഇതിൻ്റെ റേഞ്ച് നമ്മുടെ മോഡം ഇപ്പോൾ നിങ്ങളുടെ റൂമിൻ്റെ അല്ലെങ്കിൽ താഴത്തെ ഏറ്റവും അറ്റത്തെ റൂമിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ മെയിൻ റൂമിൻ്റെ ഏറ്റവും അറ്റത്തെ റൂമിലാണ്, കുറേ ബ്ലോക്കേജൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റേഞ്ച് ഇഷ്യൂ ഫീൽ ചെയ്യാം. എന്താ വെച്ചാൽ അതിൽ യൂസ് ചെയ്തേക്കുന്നത് OnePlusൻ്റെ ഒഫീഷ്യൽ മോഡേൺ ചിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്, Qualcommൻ്റെ അല്ല. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ചിലപ്പോൾ അവർ ഫിക്സ് ചെയ്തായിരിക്കും, അപ്ഡേറ്റ് ത്രൂ ഫിക്സ് ചെയ്തായിരിക്കും. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ട്, റേഞ്ച് ഇഷ്യൂ, അല്ലാണ്ട് വൈഫൈ സ്പീഡ് ഇഷ്യൂ എന്നല്ല, റേഞ്ച് ഇഷ്യൂ. മറ്റേൻ്റെ അത്ര റേഞ്ച് ഇത് പിടിക്കുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം. അതാണ് മെയിനായിട്ട് ഒരു ഡ്രോബാക്ക് നമ്മൾ ഇത്ര കാലം ഫേസ് ചെയ്ത് കേട്ടോ. അല്ലാണ്ട് വേറെ കാര്യമുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് പ്രോസിലേക്ക് പോകാം. പ്രോസ് നമുക്ക് അത്യാവശ്യം നല്ല അത്യാവശ്യം പ്രോസുകളുണ്ട്. മെയിൻ പ്രോസ് എന്ന് പറയാനുള്ളത് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. കിടിലൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം, ബെസ്റ്റ് സെല്ലസ് ഡിസ്പ്ലേ എന്നൊക്കെ പറയാം. മീഡിയ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, ചെറുതാന്നുള്ളൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പക്ഷേ കിടിലൻ ഫ്ലാറ്റ് ഡിസ്പ്ലേ, ഒരു പ്രശ്നമൊന്നും പറയാനില്ല. അടുത്ത് നമുക്ക് പറയാനുള്ളത് ബാറ്ററി ബാക്കപ്പാണ്. കിടിലൻ ബാറ്ററി ബാക്കപ്പ്. ശരിക്കും എനിക്ക് നോക്കി X200 FE-നാട്ടും ബാറ്ററി ബാക്കപ്പ് നമുക്ക് ആക്ച്വലി ഇതിൽ കിട്ടിയിട്ടാണ്. അത് മെയിനായിട്ടുള്ള ഒരു എന്താ പറയുക ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് അടുത്ത സംഭവമാണ് നമ്മുടെ സോഫ്റ്റ്വെയർ OxygenOS. കിടിലൻ സാധനമാണ് OxygenOS, വൺ ഓഫ് ദി ബെറ്റർ സാധനം. 1 UI കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെറ്റർ സാധനം. ബഗ്ഗുകളൊക്കെ ഭയങ്കര കുറവാണ്. നമ്മളെ ഫണ്ട് ചോയ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബഗ്ഗുകളൊക്കെ ഭയങ്കര ലിമിറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബ്ലോട്ട് വൈസും കുറവാണ്. ഇതിൽ തീരെ ബ്ലോട്ട് വരുന്നുണ്ടാകുന്നില്ല.
അതുകൊണ്ട് തന്നെ നല്ല ഒപ്റ്റിമൈസേഷനുമാണ്, അതുപോലെ തന്നെ നല്ല റാം യൂസേജും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 10 to 11 അവർ സ്ക്രീൻ ഓൺ ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതൊരു മെയിൻ ഹൈലൈറ്റ് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇതിൽ നമ്മൾ എന്താ പറയുക, ഇത് പറഞ്ഞല്ലോ നമ്മുടെ ക്യാമറാസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സെൽഫി ക്യാമറ ആയിക്കോട്ടെ, മെയിൻ 2 ക്യാമറ സെൻസർ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഇതിൻ്റെ മെയിൻ സെൻസർ കിടിലൻ സെൻസർ തന്നെയാണ് കേട്ടോ. പിന്നെ പെർഫോമൻസ് പറയേണ്ട ആവശ്യമില്ല, സ്നാപ്ഡ്രാഗൺ 888 ആണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല. എന്ത് യൂസേജിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എഡിറ്റിങ്ങിനായിക്കോട്ടെ, ഗെയിമിങ്ങിനായിക്കോട്ടെ, എല്ലാത്തിനും ഉപയോഗിക്കാം. പക്ഷേ ഒരു കോമ്പാക്ട് ഫോണാണ്. ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വാമാവുന്നുണ്ട്, അല്ലാണ്ട് ഹീറ്റിങ്ങും സംഭവമൊന്നും ഞാൻ ഇതിലിട്ട് ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒന്നാമത് കേരളത്തിലായിരിക്കും ഇപ്പോൾ നല്ല അത്യാവശ്യം കൂൾ ടെമ്പറേച്ചറാണ്, അത്യാവശ്യം ചൂടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ ഹീറ്റ് ആവുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ വാമുണ്ട്, ഭയങ്കരമായിട്ട് കുറേ ടൈം നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ ചെറിയ വാം ഇഷ്യൂ വരുന്നുണ്ട്, അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ 12GB 256GB ആണ് ലേറ്റസ്റ്റ് തന്നെയാണ്. റാമും സംഭവം DDR5 റാം തന്നെയാണ്, അതിനൊന്നും ഇഷ്യൂസും കാണുന്നത്. പെർഫോമൻസിന് ഒരു സംഭവം പ്രശ്നങ്ങളേ ഇല്ല. 4 കൊല്ലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ഓക്സിജനൈസ് പ്രോമിസ് ചെയ്യുന്നുണ്ട്. അത് നോർമലി കറക്റ്റായിട്ട് എല്ലാ മാസവും വരുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് ലൈഫ് ടൈം ഫ്രീ ഗ്രീൻ ലൈൻ ഇഷ്യൂ വാറണ്ടി വരുന്നുണ്ട്. ഡെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നാൽ മതി. അല്ലാത്ത പക്ഷം 99% അല്ലെങ്കിൽ 95% ഇനി ഗ്രീൻ ലൈൻ ഇഷ്യൂ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതും ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ലൈഫ് ടൈം ഫ്രീ വാറണ്ടി വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടിയും എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ആക്ച്വലി നമ്മുടെ യൂണിറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി വേറെ യൂണിറ്റാണ് കേട്ടോ. മറ്റതിപ്പോൾ ചിലവായി, നിങ്ങളോട് അറിഞ്ഞിട്ടായിരിക്കും, അത് ഓൾറെഡി സോൾഡ് ഔട്ടായി. പിന്നെ നമുക്ക് മെയിനായിട്ട് നമ്മളിപ്പോൾ യൂസേജ് ചെയ്തതിൽ വലിയ ഡ്രോബാക്സോ സംഭവങ്ങളൊന്നും നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. പ്ലസ് പോയിൻ്റ് പറയാനുള്ളത്, എനിക്ക് ഈ ഒരു പ്ലസ് കീ ഉണ്ടല്ലോ, അതൊരു പ്ലസ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഇത് നോർമലി ഉപയോഗിക്കാറ് നമ്മുടെ ക്യാമറ ഷട്ടർ ബട്ടണായിട്ടാണ്. ഈ സാധനം അങ്ങനെ ഉപയോഗിക്കാം, നമുക്ക് ക്യാമറ ഷട്ടർ ബട്ടണായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് ടോർച്ചായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അല്ല, കണ്ടു ക്യാമറ ഓപ്പൺ ആയി കണ്ടു. അമർത്തി പിടിച്ചാൽ ക്യാമറ ഓപ്പൺ ആവും, ഒന്നുകൂടി അമർത്തിയാൽ ക്യാമറ ക്ലിക്ക് ആവും ചെയ്യും. നമ്മുടെ ഐഫോൺ 1,00,000 രൂപയുടെ ഐഫോണിലൊക്കെ വരുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം ഇതിലുണ്ട്. അതും കറക്റ്റ് പൊസിഷനിലാണ്. കണ്ടോ കറക്റ്റ് ഇവിടെയാണ്, നമുക്ക് കറക്റ്റ് ഫോട്ടോ എടുക്കാൻ കണ്ടോ. ഇവിടെയാണ് ബട്ടൺ വരുന്നത്, നിങ്ങൾക്ക് കാണുന്നതിനും അറിയില്ല, കറക്റ്റാണ്. കണ്ടോ കറക്റ്റ് പൊസിഷനാണ്. അത് മാത്രമല്ല, നമുക്കിത് മൾട്ടിപ്പിൾ യൂസേജിന് വേണമെങ്കിൽ സെറ്റ് ചെയ്യുകയും ചെയ്യാം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മ്യൂട്ട് ആക്കണം, ബട്ടണാക്കി ഉപയോഗിക്കാം, ഫ്ലാഷ് ആക്കണം ഉപയോഗിക്കണം, ബട്ടണായിട്ട് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ പറയാം. 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു ബെസ്റ്റ് OnePlus ഫോൺ എന്ന് തന്നെ പറയാം. നിങ്ങൾ ഓൾറെഡി ഒരു ഓക്സിജനോയ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ ഓക്സിജനോയ്സ് ഭയങ്കര എന്താ പറയുക ഭയങ്കര ബെറ്ററാണ് കേട്ടോ. ഓപ്പോൻ്റെ കളർ വോയിസ് തന്നെയാണ് സംഭവം. നിങ്ങൾ കളർ വോയിസ് ആയാലും ഇപ്പോഴും കിടിലൻ തന്നെയാണ്, അത് വേറെ കാര്യം. ഓപ്ഷൻ വോയിസ് ആകുമ്പോൾ കുറച്ച് ചെറിയ ഡിഫറൻസ് മാത്രമല്ലോ. ഇപ്പോൾ കളർ വോയിസ് ആയിട്ട് സംഭവം ഫുൾ കളർ വോയിസ് തന്നെയാണ്, അത് വേറെ കാര്യം. പക്ഷേ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് AI ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, AI ഇംപ്ലിമെൻറ്റേഷനൊക്കെ കിടിലാണ് അതിനായിട്ടും. വിവോൻ്റെ വൺ ടച്ച് നോയ്സിനായിട്ടൊക്കെ സൂപ്പറായിട്ട് ഇതിൽ കിടിലനായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമുക്കിതിൽ ഡയലറും, നമുക്ക് കോൾ റെക്കോർഡിംഗ് വരുന്നുണ്ട്, വിത്തൗട്ട് അനൗൺസ്മെൻറ്റ് എല്ലാ കോൾ റെക്കോർഡിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ടൊരു കോൾ ചെയ്തു കൊണ്ടിരിക്കുക, എന്താ ഇങ്ങനെ ഒരു കോൾ ഇവരുടെ ഇപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. BSNL ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകുന്നുണ്ട്. ഇത് കോൾ ചെയ്യുമ്പോഴേ നമുക്കിതിൻ്റെ കോൾ സ്ക്രീനൊക്കെ കാണാൻ നല്ല കിടലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫുൾ വാൾപേപ്പറൊക്കെ ഇടാൻ പറ്റും, അതിന് ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുമെന്ന് പറയും. പക്ഷേ നിങ്ങൾക്കറിയാം, ഈ റേഞ്ചിൽ നമുക്ക് ഇഷ്ടം പോലെ ഫോണുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ Reno 14 Pro വരുന്നുണ്ട്, 49 റേഞ്ചിലൊക്കെയാണ് വരുന്നത്. നമ്മുടെ Xiaomi 15 അല്ല എന്താ പറയുക, Xiaomi 15 60 ഒരു 10 രൂപ കൂടുതലാണ്. നമ്മുടെ ഈ സാധനം ഇതിൻ്റെ വരുന്നത് iQ13 വരുന്നുണ്ട്. പിന്നെ നമുക്ക് X200 FE വരുന്നുണ്ട്. അതിപ്പോൾ കയ്യിൽ എൻ്റെ തൽക്കാലം ഇപ്പോൾ കയ്യിൽ എൻ്റെ ഇല്ല, വൈഫോൺ ഉണ്ടായില്ല. അതെല്ലാം ഓൾമോസ്റ്റ് ഈ റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം ഈ കാറ്റഗറിയിൽ പറയുമ്പോൾ. പ്രത്യേകിച്ച് കോമ്പാക്ട് ഫോൺ സെക്ടറിൽ എന്ന് വെച്ചാൽ Xiaomi 13 വൺ ഓഫ് ദി ബെസ്റ്റ് ഈ റേഞ്ചിൽ വരുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു ബെസ്റ്റ് ക്യാമറ ഫോൺ അണ്ടർ 50 അല്ലെങ്കിൽ 450,000 എന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ X200 FE എന്നേ പറയുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ ക്യാമറ പ്രോസസ്സിംഗ് ഒക്കെ ഒരു വിവോൻ്റെ അൽഗോരിതം നിങ്ങൾക്ക് അറിയാം. അവരുടെ സിഗ്നൽ പ്രോസസ്സിംഗ്, ഒരു ഇമേജ് പ്രോസസ്സിംഗ് ഒരു രക്ഷയില്ല സാധനം. അപ്പോൾ അത് ഡിഫറൻ്റ് ആണ്. പിന്നെ Zeiss പാർട്ണർഷിപ്പ് വരുന്നുണ്ട്. പക്ഷേ ഒരു ഓവറോൾ ഒരു പാക്കേജ് എന്ന് പറയുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒരു കോമ്പാക്ട് ഫോണിൽ ഈ 13S പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ X200 FE പറഞ്ഞതിനെ. അതിൻ്റെ പ്രൊസസ്സറൊന്നും ഇതിൻ്റെ അടുത്ത് കൂടെ പോയില്ല. അപ്പോൾ അതാണ് അതിൽ മെയിൻ ഡ്രോബാക്ക് വരുന്നത്. പിന്നെ ഇതിൽ IP65 റേറ്റിംഗേ വരുന്നുള്ളൂ, അതും മെയിൻ ഒരു ഡ്രോബാക്കാണ്. അല്ലാത്ത പക്ഷം വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു പ്രോബ്ലവും ഇല്ല. ബാറ്ററി ബാക്കപ്പ് ഒക്കെ സൂപ്പർ ബാറ്ററി ബാക്കപ്പാണ് കേട്ടോ. ഈ സിലിക്കൺ കാർബൺ ടെക്നോളജി വന്നതിന് ശേഷം ബാറ്ററിയൊക്കെ രക്ഷയില്ലാത്ത ബാറ്ററി ബാക്കപ്പായി. ഡിസ്പ്ലേ ഉണ്ടോ, എന്താ കളറ്, എന്താ ഒരു ലുക്ക്. അതുപോലെ തന്നെ ബെസലൊന്നും കാണാനേ പറ്റില്ല.
അപ്പോൾ നമുക്കൊരു 1,00,000 രൂപയുടെ ഫോണിൻ്റെ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ കണ്ണും പൊട്ടി 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 50-52 രൂപയ്ക്കാണെങ്കിലും കണ്ണും പൊട്ടി സാധനം സുഖമായിട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെർഡിക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 50,000 രൂപയ്ക്ക് ഒരു കോമ്പാക്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ OnePlus 13s കണ്ണും പൂട്ടിയെടുക്കാം, ഒരു പ്രശ്നമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഓവറോൾ കാറ്റഗറിയിൽ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു വെർഡിക്റ്റ് എന്ന് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം, നിങ്ങൾക്ക് അതിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ട് മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻസിൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. ഞാൻ സ്മാർട്ട് ഫോൺ അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതിന് ശേഷമാണ് നമ്മൾ ഫൈനാൻസിലേക്ക് മാറിയത്. അപ്പോൾ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.